ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ആദ്യം പ്രധാന വാർത്തകൾ. ക്ഷേത്രത്തിലേക്ക് പോയ വയോധിക പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി മരിച്ചു. വീട് കയറി ആക്രമണം. ഓട്ടോറിക്ഷയും വീടിന്റെ ജനാലയും KSEBയുടെ മീറ്റർ ബോർഡും അടിച്ചു തകർത്ത കേസിൽ സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. വിനോദസഞ്ചാരികൾക്കായി പുത്തൂർ സുവോളജിക്കൽ പാർക്കിനായി അനുവദിച്ച ഡബിൾ ഡെക്കർ ബസ് തൃശൂരിലെത്തി. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ. മോട്ടോർ പ്രവർത്തിക്കാൻ വൈദ്യുതി എത്തിയില്ല. കാട്ടൂർ തെക്കുംപാടത്തെ കർഷകർ കൃഷി ഇറക്കാൻ കഴിയാതെ പ്രതിസന്ധിയിൽ. വാർത്തകൾ വിശദമായി അറിയാം. ക്ഷേത്രത്തിലേക്ക് പോയ വയോധിക പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി മരിച്ചു. പുതുക്കാട് വടക്കേത്തുറവ് സ്വദേശി വടക്കോട്ട് വീട്ടിൽ ചന്ദ്രന്റെ ഭാര്യ വത്സലയാണ് മരിച്ചത്. 74 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം. വള്ളിക്കുന്ന് ക്ഷേത്രത്തിലേക്ക് പോകാനാണെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. വീട് കയറി ആക്രമണം. ഓട്ടോറിക്ഷയും വീടിന്റെ ജനാലയും KSEBയുടെ മീറ്റർ ബോർഡും അടിച്ചു തകർത്ത കേസിൽ സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. പെരുമ്പിളിശ്ശേരി സ്വദേശി മാമ്പുള്ളി വീട്ടിൽ മുരളീധരന്റെ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ചു കയറി മുരളീധരനെയും ഭാര്യയെയും ഭയപ്പെടുത്തി വീടിന്റെ മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയുടെ മുൻ ഗ്ലാസും വീടിന്റെ 6 ജനലുകളും കുളിമുറിയുടെ വാതിലുകളും KSEBയുടെ മീറ്റർ ബോർഡും മുറ്റത്തുള്ള ചെടിച്ചട്ടിയും കമ്പിവടി ഉപയോഗിച്ച് അടിച്ചുപൊട്ടിച്ച് 22,000 രൂപയുടെ നഷ്ടം വരുത്തിയ ചേർപ്പ് ചൊവ്വൂർ സ്വദേശി പെരുമ്പിള്ളിശ്ശേരി വീട്ടിൽ ശ്രീനാഥിനെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മുരളീധരന്റെ മകൻ ശ്രീരാമൻ 27 വയസ്സ് എന്നയാളും പ്രതിയും തമ്മിൽ ഏതോ വിഷയത്തിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താലാണ് ആക്രമണം. വിനോദസഞ്ചാരികൾക്കായി പുത്തൂർ സുവോളജിക്കൽ പാർക്കിനായി അനുവദിച്ച ഡബിൾ ഡെക്കർ ബസ് തൃശൂരിലെത്തി. തൃശൂർ നഗര കാഴ്ചകൾ എന്ന പേരിലാണ് ബസ് സർവീസ് നടത്തുക. തൃശൂർ നഗരത്തിൽ നിന്നും യാത്ര ആരംഭിച്ച സ്വരാജ് റൗണ്ട് ചുറ്റി പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ചുറ്റിക്കറങ്ങി നഗരത്തിൽ സമാപിക്കുന്ന രീതിയിലായിരിക്കും ബസിന്റെ യാത്ര. ബസിന്റെ സ്വീകരണ യാത്ര ഇളന്തുരുത്തിയിൽ നിന്നും സുവോളജിക്കൽ പാർക്കിലേക്ക് സർവീസ് നടത്തി. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ബസ് ഇളന്തുരുത്തിയിൽ നിന്നും സ്വീകരിച്ച് പുത്തൂരിലെത്തിച്ചു. വിവിധ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പാർക്കിലൂടെ ബസ്സിൽ ചുറ്റിക്കറങ്ങി 1.5 കോടിയുടെ ഇലക്ട്രിക്കൽ ഡബിൾ ഡെക്കർ ബസ്സാണ് പുത്തൂരിലെത്തിയത്. വ്യാഴാഴ്ച രാവിലെ ബസിന്റെ ട്രയൽ റണ്ണർ നടക്കും. മന്ത്രിമാരായ K രാജനും ഗണേഷ് കുമാറും ഡബിൾ ഡെക്കർ ബസ്സിൽ രാമനിലയത്തിൽ നിന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് യാത്ര ചെയ്യും. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ. മലക്കപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തെ വെയിറ്റിംഗ് ഷെഡിന് മുമ്പിലുള്ള റോഡിൽ വെച്ച് വാഹന പരിശോധന നടത്തുകയായിരുന്ന മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ താജുദ്ദീൻ, സിവിൽ പോലീസ് ഓഫീസർ അഖിൽ എന്നിവരെ പ്രതി യാതൊരു പ്രകോപനവുമില്ലാതെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ശേഷം സ്ഥലത്തു നിന്നും കാറിൽ രക്ഷപ്പെട്ടു. കേസിലെ പ്രതിയായ മലക്കപ്പാറ പെരുമ്പറ ഉന്നതി പുത്തൻവീട് വീട്ടിൽ മണികണ്ഠൻ എന്നയാളെ ചാലക്കുടി താലൂക്ക് ആശുപത്രി പരിസരത്തു നിന്നും പിടികൂടി. ഇയാൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച സാൻഡ്രോ കാറും കസ്റ്റഡിയിലെടുത്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെയും കാറും കോടതിയിൽ ഹാജരാക്കി. മോട്ടോർ പ്രവർത്തിക്കാൻ വൈദ്യുതി എത്തിയില്ല. കാട്ടൂർ തെക്കുംപാടത്തെ കർഷകർ കൃഷി ഇറക്കാൻ കഴിയാതെ പ്രതിസന്ധിയിൽ. ഇരിങ്ങാലക്കുട മേഖലയിലെ പ്രധാന നെൽകൃഷി മേഖലയാണ് കാട്ടൂർ തെക്കുംപാടം. 400 ഏക്കറോളം വരുന്ന പാടശേഖരം കാട്ടൂർ, പടിയൂർ, കാറളം പഞ്ചായത്തുകളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഒക്ടോബർ പകുതിയോടെ ഈ മേഖലയിൽ കർഷകർ കൃഷിയിറക്കാൻ ആരംഭിക്കും. പാടശേഖരത്തിലെ അധിക ജലം MMA കനാലിലേക്ക് ഒഴുക്കിവിട്ടാണ് പാടം കൃഷിക്ക് സജ്ജമാക്കുന്നത്. എന്നാൽ പാടശേഖരത്തിലെ അധിക ജലം വറ്റിക്കുന്നതിന് സ്ഥാപിച്ചിരുന്ന മോട്ടോർ കത്തിപ്പോയിരുന്നു. ഇതേ തുടർന്ന് ഇവിടെ സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോമർ KSEB എടുത്തുമാറ്റി. 4 മാസങ്ങൾക്ക് മുൻപ് കൃഷി വകുപ്പ് ലക്ഷങ്ങൾ വില വരുന്ന 50 HP മോട്ടോർ കർഷകർക്ക് അനുവദിക്കുകയും പാടശേഖരത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിനായി KSEBയിൽ അപേക്ഷ നൽകിയിരുന്നു.
എന്നാൽ പഴയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ സാധിക്കുന്നില്ലെന്നും മോട്ടോർ പ്രവർത്തിക്കുന്നതിനായി പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാനുമാണ് KSEB ഉദ്യോഗസ്ഥർ അറിയിച്ചത്. പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കണമെങ്കിൽ 6.5 ലക്ഷത്തോളം രൂപ ചെലവ് വരും. ഈ തുക കർഷകർ നൽകിയാൽ മാത്രമേ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാനും മോട്ടോർ പ്രവർത്തിപ്പിക്കാനും കഴിയുകയുള്ളൂ. ഇതോടെ കാട്ടൂർ തെക്കുംപാടത്തെ ഈ വർഷത്തെ നെൽകൃഷി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം പ്രതികൂല കാലാവസ്ഥ മൂലം 150 ഏക്കറോളം കൃഷി നശിച്ചിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 11,815 രൂപ, പവന് 94,520 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്ഷേത്രത്തിലേക്ക് പോയ വയോധിക പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി മരിച്ചു. വീട് കയറി ആക്രമണം. ഓട്ടോറിക്ഷയും വീടിന്റെ ജനാലയും KSEBയുടെ മീറ്റർ ബോർഡും അടിച്ചു തകർത്ത കേസിൽ സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. വിനോദസഞ്ചാരികൾക്കായി പുത്തൂർ സുവോളജിക്കൽ പാർക്കിനായി അനുവദിച്ച ഡബിൾ ഡെക്കർ ബസ് തൃശൂരിലെത്തി. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ. മോട്ടോർ പ്രവർത്തിക്കാൻ വൈദ്യുതി എത്തിയില്ല. കാട്ടൂർ തെക്കുംപാടത്തെ കർഷകർ കൃഷി ഇറക്കാൻ കഴിയാതെ പ്രതിസന്ധിയിൽ. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനഃസംപ്രേഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.